മാഡം ഈ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം വെച്ച് തുറക്കണം എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്കൊക്കെ ഈത്തപ്പഴം കൊണ്ട് തുറക്കുന്നത് നല്ലതായിരിക്കും. ഹംനപ്പോൾ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാവോ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക്. പ്രമേഹ രോഗികൾക്ക് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാവോ എന്നുള്ളതിൻ്റെ മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രമേഹം വെൽ കൺട്രോൾഡ് ആണ്, ഷുഗറിൻ്റെ അളവ് ഒരു 160-ലും താഴെയാണ്, HbA1c ഒരു 7-ലും താഴെയാണെങ്കിൽ അവർക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. 2-3 ഈത്തപ്പഴം കഴിക്കാം. എന്നാൽ ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ അവർ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈത്തപ്പഴത്തിൻ്റെ എണ്ണം കുറക്കുക. ഒരെണ്ണോ മാക്സിമം 2 കഴിക്കുക. ഒരെണ്ണം കഴിച്ച് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യം. നമ്മൾ പറഞ്ഞു നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഈന്തപ്പഴം കൊണ്ടോ നോമ്പ് തുറക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് വേണം നമ്മൾ കഴിക്കാൻ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. ആപ്പിൾ, അനാറ്, പേരക്ക അങ്ങനത്തെയൊക്കെ കഴിക്കാം. എന്നാൽ തണ്ണിമത്തന്, മാങ്ങ, ചക്ക അതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക. കൂടുതൽ ഷുഗറുള്ള പഴങ്ങളുടെ അളവ് കുറയ്ക്കുക. മാഡം, സാധാരണ കഴിക്കണ മരുന്നുകളൊക്കെ അതേപോലെ തന്നെയാണോ നോമ്പ് സമയത്ത് കഴിക്കേണ്ടത്? സാധാരണ കഴിക്കുന്ന ഗുളികകളായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ ഗുളിക, ബിപിയുടെ ഗുളിക, തൈറോയിഡിൻ്റെ ഗുളിക, ഇതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തണ്ട നോമ്പെടുക്കുമ്പോൾ. എന്നാൽ പ്രമേഹ രോഗികൾ നോമ്പെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രമേഹം വെൽ കൺട്രോൾഡ് ആണ്, ഷുഗറിൻ്റെ അളവൊക്കെ നോർമൽ ആണെങ്കിൽ അവർക്ക് സാധാ പോലെ നോമ്പെടുക്കാം. എന്നാൽ പ്രമേഹം ഒരുപാട് കൂടുതലുള്ളവരാണ്, ഇൻസുലിനൊക്കെ കൂടിയ ഡോസിൽ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരെ ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഡോക്ടറോട് നോമ്പെടുക്കാൻ എന്ന് ചോദിച്ച ശേഷം മാത്രം നോമ്പെടുക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ മറുപടിയായിട്ട് വരുന്നതാണ്.